ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി എൻ്റെ മാമി എന്ന സ്റ്റോറീൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. അപ്പോൾ ഈ പാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. രാവിലെ ഫെമിയുടെ ഡോറിൽ തട്ടിയുള്ള കൊട്ട് കേട്ടാണ് സൽമ ഉണർന്നത്. അവൾ ക്ലോക്കിലേക്ക് നോക്കിയതും പെട്ടെന്ന് എഴുന്നേറ്റു. നേരം 8 മണിയായിരിക്കുന്നു. എന്നും 6 മണിക്ക് എഴുന്നേക്കുന്നതാ. ഇന്നിപ്പോൾ എന്തു പറ്റി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. ആ ദാ വരുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഡോറ് തുറന്നു. ആ ഫെമി, ഞാൻ ഉറങ്ങിപ്പോയിടി, സൽമ പറഞ്ഞു. അതിനിപ്പോൾ എന്താ മാമി എന്നും പറഞ്ഞുകൊണ്ട് ഫെമി അവൾക്ക് നേരെ കട്ടൻ നീട്ടി. ചിരിച്ചുകൊണ്ട് അത് വാങ്ങിച്ച് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൾ വാ കഴുകാനായി ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയ സൽമ ചായ എടുത്ത് കുടിച്ച് പുറത്തേക്കിറങ്ങി. ആ സൽമു, നീ എഴുന്നേറ്റോ എന്നുള്ള റാബിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പതറിയെങ്കിലും പുറത്ത് കാണിക്കാതെ ആ താത്ത, എന്താണെന്നറിയില്ല, എഴുന്നേക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ ഫെമിയോട് പറഞ്ഞതാ നിന്നെ വിളിക്കണ്ട, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന്. പിള്ളേർ എഴുന്നേറ്റില്ലേ? ഇല്ല, അവർ കുറച്ചുകൂടെ കഴിയും. അത് പറഞ്ഞുകൊണ്ട് മാമി അടുക്കളയിലേക്ക് നീങ്ങി. ഞാൻ എഴുന്നേറ്റ് വന്ന് ചായയുമായി ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മയുമായി രാവിലത്തെ സംഭാഷണമൊക്കെ കഴിഞ്ഞു. ഞാൻ കിച്ചണിലേക്ക് ഒന്ന് എത്തി നോക്കി. എന്നെ കണ്ടതും മാമിയുടെ മുഖത്ത് വെപ്രാളായിരുന്നു. അല്ല സെമി, വിരുന്നുകാരെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണോ നിങ്ങൾ എന്ന് ഞാൻ മാമിയെ നോക്കിക്കൊണ്ട് സെമിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതാ മാമിയോട് ഉമ്മയുടെ കൂടെ പോയി ഇരിക്കാൻ. കേട്ടില്ലേ മാമി മരുമോൻ പറയുന്നത് എന്ന് സെമി മാമിയോട് ചോദിച്ചു. എന്നെ നോക്കാനുള്ള നാണം കാരണം മാമി തല തിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൺകുട്ടികൾക്ക് അടുക്കളയിൽ എന്താ കാര്യമെന്ന് നിൻ്റെ ആങ്ങളോട് ചോദിക്കടി എന്ന് മാമി സെമിയോട് പറഞ്ഞു. അത് പിന്നെ മാമി എല്ലാം ഒന്ന് പഠിച്ചു വെക്കാമെന്ന് കരുതി. വരാൻ പോകുന്നവൾ എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാം. ഇവർ പോയാൽ പിന്നെ പട്ടിണി ആകരുതല്ലോ, അതാ. സെമി, ഇവന് പെണ്ണ് തിരയുമ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നോക്കിയാൽ മതി, കേട്ടല്ലോ. അല്ലടാ, ഇനി നിനക്ക് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ മാമി ചോദിച്ചു. ഏയ്, എനിക്കൊന്നുമില്ല മാമി, ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോവാനായി ഇറങ്ങിയതും ഉമ്മ പിറകിൽ നിന്നു. ഡാ, ഇന്നലെ വന്ന് പോയവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നുടാ. ഇനിയിപ്പോൾ പെട്ടെന്ന് വരേണ്ടി വരുമെന്നാ പറഞ്ഞേ. ചെയ്യോ ഉമ്മ, എന്നാലും വേണ്ടതല്ലേ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്കിറങ്ങി. നാടും കൂട്ടുകാരെയൊക്കെ കണ്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. എന്നെ കാണുമ്പോഴെല്ലാം മാമിയുടെ മുഖത്ത് നാണം വിടരുന്നത് ഞാൻ അറിഞ്ഞു. മാമി അധികവും സെമിയുടെ അല്ലെങ്കിൽ ഫെമിയുടെ കൂടെ ആയതിനാൽ നേരിട്ട് അധികമൊന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇനിയെങ്ങാനും ഒഴിഞ്ഞു കിട്ടിയാലോ മാമി പെട്ടെന്ന് പോയി കളയും. മാമി ഇന്നലെ മുതൽ ആളാകെ മാറിപ്പോയിരുന്നു. ഉച്ചയായപ്പോഴേക്കും വീട്ടിലേക്ക് വന്ന ഞാൻ ആരെയും കാണാതായപ്പോൾ വെള്ളം കുടിക്കാനായി കിച്ചണിലേക്ക് നടന്നു. ഞാൻ വെള്ളമെടുത്ത് തിരിഞ്ഞതും മാമി കിച്ചണിലേക്ക് കാലെടുത്ത് വെച്ചതും ഒരുമിച്ചായിരുന്നു. എന്നെ കണ്ടതും മാമി വെപ്രാളത്തോടെ എന്താ ചെയ്യേണ്ടെന്നറിയാതെ നിന്നു. ഞാൻ ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങി. എന്താ മാമി ഇത്ര വെപ്രാളം? ഞാനൊന്നും ചെയ്യില്ല, ഞാൻ പറഞ്ഞു. അത് കേട്ട് മാമി ചിരിച്ചുകൊണ്ട്, ആ അത് ശരിയാണല്ലോ, നിന്നെ കാണുമ്പോൾ ഞാനെന്തിനാ വെപ്രാളപ്പെടുന്നേ? മാമി ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ ചോദിച്ചു. അത് ഇച്ചിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ആണോ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തരായിരുന്നല്ലോ. എന്ത്? അല്ല, ചോദിച്ചാൽ എടുത്തു തരായിരുന്നല്ലോ എന്ന്. ഓ, എനിക്കറിയാം എടുത്തു കുടിക്കാൻ, മാമി പറഞ്ഞു. അത് പിന്നെ പുതിയ ആളാവുമ്പോൾ ഒരു ചമ്മലുണ്ടാകില്ലേ? എന്തിന്? അല്ല, പുതിയ സ്ഥലം ഇതുകൊണ്ടെന്ന്. ഹോ, ഈ മാമിക്കെല്ലാം നന്നായി മനസ്സിലാക്കി തരണമല്ലോ, ഞാൻ പറഞ്ഞു. മുൻ വല്ലാണ്ടങ്ങ് മനസ്സിലാക്കാൻ നിൽക്കണ്ട കേട്ടോടാ, മാമി പറഞ്ഞു. അല്ല മാമി, സെമിയും ഫെമിയൊന്നും ഇല്ലേ
എൻ്റെ മാമിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ ഞാൻ ചോദിച്ചു. അത് രണ്ടുപേരും കുളിക്കാൻ പോയേക്കാം. ഓ, അപ്പോൾ നിങ്ങളുടെ നാത്തൂൻ അവിടെ പോയി? ഓൾക്ക് ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക, മാമി പറഞ്ഞു. അറ്റ്ലീസ്റ്റ് മാമിയുടെ പിള്ളേർ പോലും ഇല്ല, ഞാൻ ചോദിച്ചു. ആ, രണ്ടിനും ഫോൺ കിട്ടിയാൽ പിന്നെ പറയണോ? ഓ, അപ്പോൾ മാമി ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ? ഏറെക്കുറെ. എന്നാൽ പിന്നെ എൻ്റെ മാമിക്കൊരു കമ്പനി ഞാൻ തരാം, പോരെ? അയ്യടാ, അങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് കമ്പനി ഞാൻ എടുക്കുന്നില്ല, മാമി പറഞ്ഞു. ദേ മാമി, നഷ്ടപ്പെടുത്തിയതാലോചിച്ച് പിന്നീട് ദുഃഖിക്കരുത്, ഞാൻ പറഞ്ഞു. അതെങ്ങനെ ആയാലും ഉണ്ടാകില്ല. മോൻ വെള്ളം കുടിച്ചെങ്കിൽ ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ, മാമി പറഞ്ഞു. ഞാനിവിടെ ഉണ്ടെന്ന് കരുതി മാമി പേടിക്കണ്ട. ആ ഒരു പേടിയേ എനിക്കുള്ളൂ, മാമി പറഞ്ഞു. അതെന്താ, അത്രയ്ക്ക് ഭീകരനാണോ ഞാൻ? അല്ല, എപ്പോഴാകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ ആയേക്കാം അല്ലേ? മാമി എന്നെ നോക്കി കൈ ഓങ്ങിക്കൊണ്ട് നല്ല അടി കിട്ടും എന്ന് പറഞ്ഞു. ആണോ? എന്നാ അതൊന്ന് കാണണമല്ലോ, ഞാൻ പറഞ്ഞു. ഫൈസലെ, നീ പൊക്കേ. ഞാൻ ഒന്നുകൂടി മാമിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. മാമി പേടിക്കണ്ട, ഞാൻ എടുത്തു തരാം. വെള്ളമോ പാലോ എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോണ്ടേ. ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഞാൻ മാമിക്ക് നേരെ നീട്ടി. മാമി അത് വാങ്ങിക്കൊണ്ട് കുടിക്കാനായി തുടങ്ങിയതും ഞാൻ മാമിയെ വാരിപ്പുണർന്നു. പെട്ടെന്ന് മാമി ഒന്ന് ഞെട്ടി. ഡാ, നീ എന്താ കാണിച്ച ഫൈസലെ? മാമി ചോദിച്ചു. അത് മാമി, 2 ദിവസമായി ഇതുപോലെ ഒരവസരത്തിന് കാത്തു നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ശക്തി കൂട്ടി. ഫൈസലെ, ആരെങ്കിലും കാണും, നീ വിട്ടേ എന്നൊക്കെ മാമി പറഞ്ഞുകൊണ്ടിരുന്നു. ഫൈസലെ, ഞാൻ ഒച്ച വെക്കും, നീ മര്യാദക്ക് വിട്ടേ. ആണോ, ഒച്ച വെക്കോ? അന്നാ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ശക്തി കൂട്ടി. എടാ പ്ലീസ് വിട്, ആരെങ്കിലും കണ്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മാമി പറഞ്ഞു. ആണോ? അതോർത്ത് പേടിക്കണ്ട. ആരെങ്കിലും കണ്ട് എന്തെങ്കിലും പ്രശ്നമായി മാമൻ മൊഴി ചൊല്ലിയാൽ ഞാൻ കെട്ടിക്കോളാം ഈ സൽമൂനെ. അയ്യടാ, അവൻ കെട്ടാൻ നടക്കുന്നു. അപ്പോഴേക്കും മാമിയുടെ മോൾ, ഉമ്മ കുടിക്കാൻ വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മാമി വേഗം തന്നെ വെള്ളമെടുത്ത് കൊടുത്തുകൊണ്ട് എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അവളുടെ കൂടെ പോയി. ദൈവമേ, കൈവിട്ട് കളിയായി പോയോ എന്നുള്ള ഭയവും മനസ്സിൽ നീട്ടിക്കൊണ്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോകും വഴി മാമി പിള്ളേരുടെ കൂടെ ഇരിക്കുന്നത് കണ്ടു ഞാനൊന്ന് നോക്കി. എൻ്റെ നോട്ടം കണ്ടതും മാമി ദേഷ്യത്തോടെ മുഖം തിരിച്ചു പിടിച്ചു. അതും കൂടി ആയപ്പോൾ എനിക്കെന്തോ പന്തികേട് പോലെ തോന്നി. വേഗം റൂമിലേക്ക് വെച്ച് പിടിച്ചു. ഫുഡ് കഴിക്കാൻ മാമിയുടെ മകൻ വന്ന് വിളിക്കുന്നത് കേട്ടാണ് ഞാൻ താഴേക്ക് പോയത്. എല്ലാവരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചതും മാമി എന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും സന്തോഷത്തോടെ സംസാരിക്കുകയായിരുന്നു. മാമി അവരോടെല്ലാം ചിരിച്ചും കളിച്ചും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്നെ കാണുമ്പോൾ മാമിയുടെ മുഖത്ത് ദേഷ്യഭാവം വരും. ഫുഡ് കഴിച്ചു തീർന്നതും ഞാൻ എഴുന്നേറ്റ് എൻ്റെ റൂമിൽ പോയി വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഫോൺ എടുത്ത് മാമിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. ഓൺലൈനിലില്ല. മെസ്സേജ് അയക്കാൻ ഒരു പേടി. ഫോണിന് പിള്ളേരുടെ കയ്യിലാണെങ്കിലോ വെറുതെ പോകുന്ന പ്രശ്നം ഇരുന്ന് വാങ്ങുന്ന പോലെ ആകും എന്ന് കരുതി ഞാൻ വേണ്ടെന്ന് വെച്ച് കിടന്നു. ഒന്ന് മയങ്ങിപ്പോയി. വൈകിട്ട് എഴുന്നേറ്റപ്പോഴേക്കും ഒരു ഉത്സാഹമില്ലാത്ത പോലെ. മാമിയുടെ മുഖം ഓർത്തപ്പോൾ അതിനേക്കാളും മൂഡ് ഓഫ്. മാമിയോട് ഉച്ചയ്ക്ക് ചെയ്തതോർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. നീ ധൃതി വെച്ചതുകൊണ്ടല്ലേ, ഒന്നുകൂടി മയപ്പെട്ട് വന്നിരുന്നെങ്കിൽ നാളെ കിട്ടിയാനെ. ഇതിപ്പോൾ എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫോൺ എടുത്ത് മാമിയുടെ പ്രൊഫൈൽ നോക്കിക്കൊണ്ട് കുറച്ചു നേരം ഇരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? മാമി ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഞാനൊന്ന് ഓർത്ത് നോക്കി. ഉമ്മ, സെമി, ഫെമി ഇവരുടെ മുഖം, ആകെ നാണക്കേടായാനെ. മാമൻ അറിഞ്ഞാൽ ആലോചിക്കാൻ തന്നെ വയ്യ. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മേറന്ന് കഴുകി ഡ്രസ്സെടുത്ത് പുറത്തേക്കിറങ്ങി. ഫൈസലെ,
എന്നുള്ള സെമിയുടെ വിളി കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. സെമി അടുത്തേക്ക് വന്നു. ഡാ, നിൻ്റെ ഈ കഷ്ടപ്പാടിൽ പെട്ടെന്ന് കല്യാണമൊന്നും വേണ്ടെന്ന് നിനക്ക് പറഞ്ഞൂടെ? അവൾ പറഞ്ഞു. ഓ, അതാണോ കാര്യമായിട്ട് പറയാൻ വിളിച്ചത്? എടി, എങ്ങനെയായാലും നിൻ്റെയും ഫെമിയുടെയും കല്യാണം നടത്തിയല്ലേ പറ്റൂ, അല്ലാതെ പറ്റില്ലല്ലോ. പിന്നെ എത്ര നേരത്തെ ആകുന്നോ അത്രയും നല്ലതല്ലേ. എൻ്റെ കഷ്ടപ്പാട് തീർന്നിട്ട് നിങ്ങളെ കെട്ടിച്ചയക്കാൻ ഉണ്ടാകില്ല. എല്ലാം നടക്കും സെമി, നീ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് സങ്കടപ്പെടണ്ട. അത് കേട്ടുകൊണ്ട് ഉമ്മ അങ്ങോട്ട് വന്നു. എന്താടി അവനോട് ഇത്ര കാര്യമായിട്ട് പറയുന്നത്? ഉമ്മ ചോദിച്ചു. കേട്ടില്ലേ ഉമ്മ സെമി പറയുന്നത്? എൻ്റെ കഷ്ടപ്പാട് കാരണം അവൾക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ ഉമ്മ? ഞാൻ പറഞ്ഞു. ഉപ്പ പോയേ പിന്നെ അവൾ കാണുന്നതല്ലേടാ നിൻ്റെ ഈ കഷ്ടപ്പാട്. അതുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ തോന്നിയേ, ഉമ്മ പറഞ്ഞു. എന്ന് വെച്ച് നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണ്ടേ ഉമ്മ? അല്ലാതെ പിന്നെ ഞാൻ അവരുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ എൻ്റെ കഷ്ടപ്പാട് ആലോചിച്ച് വിഷമിക്കേണ്ട, എല്ലാം നേരെയാകും അല്ലേ ഉമ്മ? എല്ലാം നേരെയാകും മോനെ. ദൈവം കൂടെ ഉണ്ടാകും എൻ്റെ മോന് എല്ലാത്തിനും തുണയായിട്ട്. ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് 2 കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്ന് മുട്ടിയാൽ ചിലപ്പോൾ മാമിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊരു ഉൾഭയം കാരണം ഞാനത് ശ്രദ്ധിക്കാതെ പുറത്തേക്കിറങ്ങി. അങ്ങാടിയിലെ ചെറു തമാശകൾക്കിടയിലും സെമിയുടെ കല്യാണക്കാരൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എല്ലാം കൂടി ഒപ്പിച്ചു കൂട്ടിയാൽ പാതിയെ തികയോ. ബാക്കി എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ ഗൾഫ് നമ്പർ ആയിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലക്കിൽ നിന്നും. ഫൈസലെ, ഞാൻ റഫീഖ് മാമനാടാ. ഞാനൊന്ന് ഞെട്ടി. ദൈവമേ, മാമി വല്ലതും പറഞ്ഞിട്ട് ചോദിക്കാൻ വിളിക്കാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ആ മാമ, എന്താ? അല്ല, കല്യാണക്കാരൊക്കെ എവിടെ വരെ എത്തിയിടാ? മാമൻ ചോദിച്ചു. ആ, അവൾക്ക് ഇഷ്ടപ്പെട്ടു മാമ. 1 മാസത്തിനുള്ളിൽ വേണമെന്നാ പറയുന്നേ. നിങ്ങൾ പോയി അന്വേഷിച്ചായിരുന്നോ? ആ, ബഷീർ മാമയും ഞാനും നാളെ പോകാൻ വിചാരിക്കുന്നുണ്ട്. പോയി നല്ലോണം അന്വേഷിക്കണേ. സെമി എന്ത് പറയുന്നു? അവൾക്ക് ഇഷ്ടപ്പെട്ടോ ചെക്കനെ? ആ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞു. അവളോട് നീ ചോദിച്ചില്ലേ? ഇല്ല. മാമൻ മാമയെ കൊണ്ട് ഒന്ന് ചോദിപ്പിച്ച് നോക്ക്. മാമൻ നാട്ടിലേക്കൊന്നും ഇല്ലേ? ഞാൻ ചോദിച്ചു. ആ, നോക്കട്ടേടാ, പറ്റിയാൽ കല്യാണത്തിന് വരാം. അല്ല, അവർ ചോദിക്കുന്നത് കൊടുക്കാൻ നിൻ്റെ കയ്യിലുണ്ടോടാ? പകുതിയെങ്കിലും കൊടുക്കണം, ബാക്കി സമയം പറയാം. അല്ലാതെ എന്താ ചെയ്യുക മാമ? നോക്കട്ടേടാ, നമുക്കെന്തെങ്കിലും വഴി ഉണ്ടാക്കാം. സൽമ പറഞ്ഞിരുന്നു നീ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. 2 പേരുടെയും കഴിയാതെ അത് ഒഴിയിലുള്ള മാമ. നീ വിഷമിക്കാതെടാ, എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ, എന്നാ മറക്കണ്ട, നല്ലോണം അന്വേഷിച്ചേക്കണേ. നമ്മളുടെ കുട്ടി അവിടെ പോയി നിൽക്കേണ്ടതല്ലേ? മാമൻ പറഞ്ഞു. ആ, കേട്ടിടത്തോളം കുഴപ്പമില്ല. ഒരു ചെറിയ അന്വേഷണം ഞാൻ നടത്തിയതാണ്. നല്ലോണം അന്വേഷിച്ചിട്ട് മതി ബാക്കിയൊക്കെ. എന്തായാലും നാളെ ഞാനും ബഷീർ മാമനും ഒന്ന് പോയി നോക്കട്ടെ. ആ, എന്നാൽ ശരിയടാ, അതൊക്കെ നടക്കട്ടെ. ക്യാഷിൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വഴി ഉണ്ടാക്കാം, മാമൻ പറഞ്ഞു. ശരി മാമ. ആ, എന്നാൽ നടക്കട്ടെ. ഞാൻ എത്താൻ പറ്റുമെന്ന് നോക്കാം. മാക്സിമം നോക്കണേ. ആ, ഓക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതിന് ശേഷമാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. മാമിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞിരുന്നെങ്കിൽ ആകെ നാണം കെട്ടാനേ. ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ചെന്ന് കയറിയതും ഞാൻ ആദ്യം തിരിഞ്ഞത് മാമിയായിരുന്നു. മക്കൾ 2 പേരും മൊബൈൽ പിടിച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ മാമിയുടെ റൂം ലക്ഷ്യമാക്കി നീങ്ങി. കതക് ചാരിയിട്ടേ ഉള്ളൂ. പതുക്കെ തുറന്നതും മാമി ബെഡിൽ കിടക്കുന്നു. എന്തോ ആലോചിക്കുന്നുമുണ്ട്. എന്തു പറ്റി മാമി എന്ന് ഞാൻ ചോദിച്ചതും മാമി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട്,
വീണ്ടും വല്ല തെമ്മാടിത്തരവും കാണിക്കാൻ വന്നതാണോ നീ ഇങ്ങോട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മാമി, അറിയാതെ സംഭവിച്ചു പോയതാ, സോറി. പിന്നെ ഇതാണോ അറിയാതെ സംഭവിക്കുന്നത്? മാമി ചോദിച്ചു. അത് മാമി, അപ്പോഴത്തെ എൻ്റെ അവസ്ഥ അങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ 2 ദിവസമായിട്ട് മാമിയുമായിട്ടുള്ള ചാറ്റിങ്, അതുകൊണ്ട് സംഭവിച്ചതാ. ഓ പിന്നെ ഞാൻ നിൻ്റെ മാമിയാണെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടായിരുന്നോ? അത് അങ്ങനെ മെസ്സേജൊക്കെ അയച്ചപ്പോൾ എനിക്കെന്തോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഓ എന്ന് വെച്ച്? സോറി മാമി. പിന്നെ താങ്ക്സോ എന്തിന്? മാമി ചോദിച്ചു. അത് മാമിനോട് പറയാതിരുന്നതിന്, കൂടെ ഇവിടെ ആരെയും അറിയിക്കാതിരുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക.